വിശ്വസിക്കുന്നു. നമസ്കാരം, ലൈവ് അറ്റ് 6 സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. ചാമ്പ്യൻസ് ട്രോഫിയിലെ സൂപ്പർ സൺഡേ പോരാട്ടത്തിൽ പതറി പാകിസ്ഥാൻ. 7 വിക്കറ്റ് നഷ്ടമായി. സ്കോർ 212 കടന്നു. സൗത്ത് ഷക്കീലിന്റെ അർദ്ധ സെഞ്ചുറി. ആവേശത്തിൽ ആരാധകർ. കോൺഗ്രസ് നേതൃത്വവുമായി ശശി തരൂർ. വെടിനിർത്തലിനില്ല. KPCCക്ക് നേതൃദാരിദ്ര്യമെന്ന് പരിഹാസം. തന്നെ വേണ്ടെങ്കിൽ വേറെ വഴിയുണ്ടെന്ന് മുന്നറിയിപ്പ്. അതിരുവിട്ടു പോകരുതെന്ന് കെ സുധാകരൻ. ശശി തരൂരിനെ പോലത്തെ ഒരാള് അങ്ങനെ ചെയ്യുന്നത് യുക്തമല്ല. അതിര് വിട്ടു പോകരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. തരൂരിനെ വില കുറച്ച് കാണേണ്ടെന്ന് MV ഗോവിന്ദൻ. വയനാട് പുനരധിവാസം വൈകുന്നതിനെതിരെ പ്രതിഷേധം. ദുരന്തബാധിതരെ തടഞ്ഞു പോലീസ്. പുനരധിവാസത്തിന്റെ 2ാം ഘട്ട കരട് പട്ടിക തയ്യാറായി. ലിസ്റ്റിൽ 81 കുടുംബങ്ങൾ. 14ാം ദിവസത്തിലും ആവേശം ചോരാതെ ആശാവർക്കർമാരുടെ കുറ്റകൃത്യങ്ങളുടെ ഞായർ. അട്ടപ്പാടിയിൽ മകൻ അമ്മയെ തലക്കടിച്ചു കൊന്നു. ചെങ്ങന്നൂരിൽ സഹോദരനെ കഴുത്ത് ഞെരിച്ച് കൊന്ന അനിയൻ. തിരുവനന്തപുരത്ത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ സഹപാഠി കുത്തിക്കൊന്നു. വട്ടപ്പാറയിൽ ഭർത്താവ് ഭാര്യയെ കഴുത്തറുത്ത് കൊന്ന് ആത്മഹത്യ ചെയ്തു. കുണ്ടറയിൽ പാളത്തിൽ ടെലിഫോൺ പോസ്റ്റ് വെച്ചത് ട്രെയിൻ അട്ടിമറി ശ്രമമെന്ന FIR. വിവരങ്ങൾ ശേഖരിച്ച NIA. ചോദ്യം ചെയ്യലിന് റെയിൽവേ പോലീസും. പ്രതികളുമായി തെളിവെടുത്തു. റിമാൻഡ് ചെയ്തു. തെലങ്കാനയിൽ ടണൽ രക്ഷാ ദൌത്യം തുടരുന്നു. കുടുങ്ങിയവർക്കരികിൽ എത്താനാകാതെ രക്ഷാപ്രവർത്തകർ. തടസ്സമായി മണ്ണും ചെളിയും. വെള്ളം പമ്പ് ചെയ്ത് കളയാനുള്ള ശ്രമം പുരോഗമിക്കുന്നു. എല്ലാ സഹായവും ഉറപ്പുവരുത്തുമെന്ന് പ്രധാനമന്ത്രി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നില അതീവ ഗുരുതരം. ശ്വാസതടസ്സമെന്ന മെഡിക്കൽ ബുള്ളറ്റിൻ. കൂടിയ അളവിൽ ഓക്സിജൻ നൽകുന്നതായി ഡോക്ടർമാർ. പ്രാർത്ഥനയോടെ വിശ്വാസി ലോകം. വിശദമായി നോക്കാം. ഇന്ത്യക്കെതിരായ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിൽ പാകിസ്ഥാൻ പതറുന്നു. 7 വിക്കറ്റ് നഷ്ടത്തിൽ 217 റൺസ് എന്ന നിലയിലാണ് പാകിസ്ഥാൻ. സൗത്ത് ഷക്കീൽ അർദ്ധ സെഞ്ചുറി നേടി. MS ഹരികൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, ഇതുവരെയുള്ള മത്സരം വിലയിരുത്തുമ്പോൾ നമ്മൾ ടീം ഇന്ത്യ ആത്മവിശ്വാസത്തിൽ ഒരു തരിമ്പ് പോലും കുറവ് വരുത്തേണ്ട ആവശ്യമില്ല, അല്ലേ? തീർച്ചയായും ആര്യ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ആദ്യത്തെ പവർ പ്ലേ, ആദ്യത്തെ 10 ഓവറിൽ തന്നെ 2 വിക്കറ്റുകൾ വീഴ്ത്താൻ ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്തിരുന്നു. 2 ഓപ്പണർമാരെയും ഇമാം ഉൽ ഹക്കിനെയും ബാബർ അസമിനെയും പുറത്താക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. 41 റൺസ് എടുക്കുമ്പോഴാണ് ആദ്യ വിക്കറ്റ് പാകിസ്ഥാൻ നഷ്ടമാവുന്നത്. പിന്നാലെ ഒരു മധ്യനിരയിൽ ഒരു ചെറുത്തുനിൽപ്പ് സൗത്ത് ഷക്കീലും മുഹമ്മദ് റിസ്വാനും ചേർന്ന് നടത്തുകയും ചെയ്തെങ്കിൽ പോലും അവരുടെ ഒരു വിക്കറ്റ് നഷ്ടമായതോടുകൂടി തന്നെ പാകിസ്ഥാൻ പിന്നീട് തകരുന്ന ഒരു കാഴ്ച ചീട്ടുകൊട്ടാരം പോലെ തകരുകയായിരുന്നു. ഇപ്പോൾ നിലവിലത്തെ അവസ്ഥയിൽ 46 ഓവർ പിന്നിട്ടിരിക്കും ഏകദേശം 216 റൺസ് എന്ന നിലയിലാണ് പാകിസ്ഥാൻ നിൽക്കുന്നത്. ഏകദേശം ഒരു 275 റൺസ് വരെ സ്കോർ പോകും എന്ന രീതിയിലേക്ക് ഒരു പ്രൊജക്റ്റഡ് സ്കോർ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു 250 പാകിസ്ഥാൻ എത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തായിരിക്കാം പാകിസ്ഥാൻ ഇപ്പോൾ നിലവിൽ ബാറ്റ് ചെയ്യുന്നത്. ഖുഷ്ദിൽ ഷായും നസീം ഷായുമാണ് ഇപ്പോൾ ക്രീസിൽ നിൽക്കുന്നത്. നസീം ഷാ തന്നെ ഒരു പേസ് ബോളറാണ്. ആകെ ഇനി 250 എത്തിക്കാൻ പ്രാപ്തിയുണ്ടെങ്കിൽ അത് ഖുഷ്ദിൽ ഷായുടെ തോളിലേറിയായിരിക്കാം പാകിസ്ഥാൻ മുന്നോട്ട് പോവുക എന്നുള്ളത്. പക്ഷേ ഇന്ത്യൻ ബോളർമാർ അക്ഷരാർത്ഥത്തിൽ മിഡിൽ ഓവേഴ്സിൽ പ്രത്യേകിച്ച് സ്പിന്നർമാരെ ഉപയോഗിച്ചുകൊണ്ട് അക്സർ പട്ടേലും രവീന്ദ്ര ജഡേജയും കുൽദീപ് യാദവും പ്രത്യേകിച്ച് ഈ 3 സ്പിന്നർമാരും ഏറ്റവും പ്രധാനമായി ഇന്ത്യ മധ്യനിരയിൽ പ്രത്യേകിച്ച് മിഡിൽ ഓവേഴ്സിൽ പാകിസ്ഥാനെ പിടിച്ചു കിട്ടുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് ഒരു വലിയ ഷോട്ടിലേക്ക് മുതിരുമ്പോൾ പോലും അതിന് നടക്കാത്തൊരു സാഹചര്യത്തിലേക്ക് നിലവിലുണ്ടായിരുന്നു. എന്തായാലും ആദ്യ ഇന്നിംഗ്സ് അവസാനിക്കാനിരിക്കെ 250 പാകിസ്ഥാൻ ഇപ്പോൾ ഒരു ലക്ഷ്യം വെച്ചിരിക്കുന്ന ഒരു ടോട്ടൽ. അതിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഇന്ത്യക്ക് ഒരു ഫൈറ്റ് ചെയ്യാൻ ഒരു സ്കോറായിട്ട് 250, അതാണ് പാകിസ്ഥാന്റെ നിലവിലത്തെ ലക്ഷ്യമാര്യ. തീർച്ചയായും ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സൂപ്പർ സൺഡേയിൽ പതറുകയാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനെ കരുത്ത് കാട്ടാൻ അനുവദിക്കാതെ തളച്ചിടുകയാണ് ടീം ഇന്ത്യ. മറ്റു വാർത്തകളിലേക്ക്. കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നറിയിപ്പുമായി ഇന്ത്യൻ എക്സ്പ്രസിൽ ശശി തരൂരിന്റെ ലേഖനം.
പരമ്പരാഗത പാർട്ടി വോട്ടുകൾ കൊണ്ട് മാത്രം കേരളത്തിലും കേന്ദ്രത്തിലും കോൺഗ്രസിന് ഇനി അധികാരത്തിൽ വരാൻ കഴിയില്ലെന്നാണ് മുന്നറിയിപ്പ്. പാർട്ടിക്ക് തന്റെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ മറ്റു വഴികളുണ്ടെന്നും ലേഖനത്തിൽ തരൂർ തുറന്നടിച്ചു. സംസ്ഥാന കോൺഗ്രസിൽ നേതൃദാരിദ്ര്യം ഉണ്ടെന്നാണ് പരിഹാസം. ലേഖന വിവാദത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം തന്നെ ഇടപെട്ട് ശശി തരൂരിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടന്നതിന് പിന്നാലെയാണ് നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള തരൂരിന്റെ ലേഖനം ഇംഗ്ലീഷ് ദിനപത്രത്തിൽ വീണ്ടും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കോൺഗ്രസ് വോട്ടുകൾ കൊണ്ട് മാത്രം ദേശീയ തലത്തിലും സംസ്ഥാനത്തും ഇനി അധികാരത്തിലെത്താനാവില്ലെന്നതിന്റെ തെളിവാണ് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലുണ്ടായ തുടർച്ചയായ പരാജയങ്ങളെന്നാണ് ലേഖനത്തിലെ വിമർശനം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ദേശീയ തലത്തിൽ ലഭിച്ച വോട്ട് വിഹിതം 19%. ഇത് 26 മുതൽ 27% വരെ അധികമായി ഉയർത്തിയാൽ മാത്രമേ അധികാരത്തിൽ എത്താൻ കഴിയൂവെന്നാണ് തരൂർ വ്യക്തമാക്കുന്നത്. സംസ്ഥാന കോൺഗ്രസിൽ നേതൃദാരിദ്ര്യം ഉണ്ടെന്നും UDF-ലെ ഘടകകക്ഷി നേതാക്കൾ തന്നെ തന്നോട് ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നുമാണ് തരൂരിന്റെ മറ്റൊരു വിമർശനം. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ താൻ വിജയിച്ചത് കോൺഗ്രസ് വിരുദ്ധരുടെ വോട്ടുകൾ കൂടി നേടിയിട്ടാണ്. മറ്റ് പാർട്ടി അനുഭാവികളുടെ വോട്ടുകളും തനിക്ക് ലഭിച്ചത് നിലപാടുകളോടുള്ള സ്വീകാര്യത കൊണ്ടാണെന്നും ലേഖനത്തിൽ പരാമർശമുണ്ട്. പരമ്പരാഗത വോട്ട് വിഹിതത്തിനപ്പുറം തന്റെ വിജയമാതൃക മറ്റിടങ്ങളിലും പരീക്ഷിച്ചാൽ മാത്രമേ 2026 പ്രതീക്ഷയ്ക്ക് വകയുള്ളൂവെന്നും ലേഖനത്തിൽ തരൂർ വ്യക്തമാക്കുന്നു. സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കൾ നിർബന്ധിച്ചതുകൊണ്ടാണ് അമേരിക്കയിൽ സ്വസ്ഥ ജീവിതം നയിക്കുകയായിരുന്ന താൻ 2009 കോൺഗ്രസിന്റെ ഭാഗമായത്. തന്റെ സേവനം പാർട്ടി വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ അതിന് മറ്റു വഴികളുണ്ടെന്നും തരൂർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 100 പേരടങ്ങുന്ന പ്രവർത്തക സമിതിയിൽ അംഗമായിരിക്കുന്നതിൽ അഭിമാനമുണ്ടെങ്കിലും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രവർത്തക സമിതിക്ക് കഴിയാറില്ലെന്നും വിവാദ ലേഖനത്തിൽ ശശി തരൂർ തുറന്നടിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണോ ഇംഗ്ലീഷ് ദിനപത്രത്തിന് അഭിമുഖം നൽകിയതെന്ന കാര്യത്തിൽ ഇപ്പോഴും തരൂർ ക്യാമ്പ് വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. മഞ്ഞുരുക്കൽ നീക്കങ്ങൾക്ക് ശേഷവും നിലപാടുകളിൽ മാറ്റം വരുത്താതെയുള്ള ശശി തരൂരിന്റെ തുറന്നു പറച്ചിൽ കോൺഗ്രസിന് ദേശീയ സംസ്ഥാന തലങ്ങളിലുണ്ടാക്കുന്ന പ്രതിസന്ധിയുടെ ആക്കം ചെറുതാവില്ലെന്ന് ഉറപ്പ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. ഇനി വിവാദത്തിനില്ലെന്നാണ് ശശി തരൂരിന്റെ നിലപാട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഞാൻ സംസാരിക്കാൻ ഇപ്പോ ഒരു ആഗ്രഹവുമില്ല. സമയം വരുമ്പോ സംസാരിക്കാം. ഒരു നിങ്ങൾക്ക് അറിയാമല്ലോ, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ എന്റെ സമയത്ത് സംസാരിക്കും. ഒന്നും സംസാരിക്കാൻ. No comment at all any further on anything. Thank you. Go watch the match here. Important match today. രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷവും തരൂർ തുറന്നടിച്ചത് കോൺഗ്രസ് കേന്ദ്രങ്ങളെ അമ്പരപ്പിക്കുകയാണ്. പാർട്ടിക്ക് പുറത്തേക്ക് പോകാൻ വഴിയൊരുക്കലാണ് ശശി തരൂർ നടത്തുന്നതെന്നാണ് നേതാക്കളുടെ വിലയിരുത്തലെങ്കിലും കരുതലോടെയാണ് പ്രതികരണങ്ങൾ. തരൂരിന്റെ രാഷ്ട്രീയ നീക്കം പുതിയ സാധ്യതയാക്കുകയാണ് ഇടത് കേന്ദ്രങ്ങളും. ഹൈക്കമാൻഡുമായുള്ള ചർച്ചകൾക്ക് ശേഷം തരൂരിനോട് നിലപാടെടുക്കുന്നതിൽ വളരെ കരുതലിലാണ് സംസ്ഥാന നേതാക്കൾ. പക്ഷേ ശശി തരൂർ കൂടുതൽ കടുപ്പിച്ചതോടെ ഇനി എങ്ങനെയെന്നതിൽ ആശയക്കുഴപ്പം രൂക്ഷമാണ്. പാർട്ടിക്ക് പുറത്തേക്ക് പോവാൻ തരൂർ വഴിയൊരുക്കുകയാണ് എന്ന വിലയിരുത്തൽ നേതാക്കൾക്കുണ്ട്. രാഹുലുമായി ചർച്ച നടന്നെങ്കിലും ഹൈക്കമാൻഡും തരൂരിനെ പൂർണ്ണ വിശ്വാസത്തിലെടുത്തിട്ടില്ല. പക്ഷേ കടുത്ത പ്രസ്താവനകളൊന്നും ഈ ഘട്ടത്തിൽ വേണ്ടതാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ചുരുക്കത്തിൽ തള്ളാനും കൊള്ളാനുമാവാത്ത അവസ്ഥ. ശശി തരൂർ ദേശീയ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തോടുള്ള നേതാക്കളുടെ പ്രതികരണത്തിലും ഈ ആശയക്കുഴപ്പം പ്രകടമാണ്. ബോധപൂർവ്വമുള്ള ഒരു കളമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം അഭിപ്രായം പറഞ്ഞതിൻ്റെ അടുത്തൊരു കുടുക്കിൽ വീണുപോയ ഒരവസ്ഥയാണ് എന്റെ മനസ്സിലുള്ളത്. അദ്ദേഹത്തിന് എരിയും അദ്ദേഹത്തെ 4 തവണ കോൺഗ്രസ് MP ആക്കിയതും അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കിയതും 10 വർഷമായി കോൺഗ്രസിന് കിട്ടുന്ന 4 സ്ഥിര സമിതി അംഗങ്ങളിൽ ഒരാളാക്കിയതും ഒക്കെ അതുകൊണ്ടല്ലേ. പക്ഷെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിന് ഞാൻ തയ്യാറല്ല. ഇപ്പോഴെന്താ പ്രശ്നം അദ്ദേഹത്തിന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് അദ്ദേഹത്തിനെ കൂടെ നിർത്തണം. തരൂരിന്റെ നീക്കത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഇടതു കേന്ദ്രങ്ങൾ. തരൂരിനെ ഒപ്പം നിർത്താനുള്ള ശ്രമമോ അല്ലെങ്കിൽ തരൂർ ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പം രാഷ്ട്രീയ നേട്ടമാക്കാനുള്ള സാധ്യതയോ തേടുകയാണ് ഇടതു നേതാക്കൾ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും പറഞ്ഞ കാര്യങ്ങൾ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി നേതൃത്വം വരെയുള്ള ശശി തരൂരിനെ പോലുള്ളവർക്ക് പറയേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം.
ശശി തരൂരിന്റെ ഐഡന്റിറ്റി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിന് നേട്ടമുണ്ടായി എന്നല്ലാതെ കോൺഗ്രസിന്റെ ഐഡന്റിറ്റി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശശി തരൂര് തിരുവനന്തപുരത്ത് ജയിച്ചിട്ടില്ല. കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഹൈക്കമാൻഡ് ഇദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിക്കാൻ സാധ്യതയില്ലേ? ഈ തോന്നലിലാണ് എല്ലാ ഗ്രൂപ്പുകളും അയാൾക്കെതിരായി തിരിഞ്ഞത്. കോൺഗ്രസ് നേതൃത്വത്തെ പൂർണ്ണമായി വെല്ലുവിളിക്കുന്നതാണ് തരൂരിന്റെ പുതിയ അഭിമുഖം. തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന പശ്ചാത്തലത്തിൽ തരൂരിനെ തള്ളിപ്പറയുന്നത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുമോ എന്നതാണ് കോൺഗ്രസിലെ ആശയക്കുഴപ്പം. പാർട്ടിയിലെ ഒരു വിഭാഗവും കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന നിഷ്പക്ഷ വോട്ടുകളിൽ ഒരു വിഭാഗവും തരൂരിനൊപ്പം ഉണ്ടെന്നതാണ് മറ്റൊരു പ്രതിസന്ധി. പുതിയ സാഹചര്യങ്ങൾ ഹൈക്കമാൻഡ് സൂക്ഷ്മമായി വിലയിരുത്തുകയാണ്. ഹൈക്കമാൻഡ് നിർദ്ദേശം ഉണ്ടാവുന്ന ഘട്ടത്തിൽ തരൂരിനെ തള്ളിപ്പറഞ്ഞ് നിലപാടെടുക്കാൻ നേതാക്കൾ തയ്യാറായേക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം വൈകുന്നതിനെതിരെ ദുരന്ത ബാധിതരുടെ പ്രതിഷേധം തടഞ്ഞു പോലീസ്. പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായി. സമരപ്രഖ്യാപനത്തിന് പിന്നാലെ ഉരുൾപൊട്ടൽ പുനരധിവാസത്തിനുള്ള രണ്ടാം ഘട്ട കരട് പട്ടിക തയ്യാറായി. 81 കുടുംബങ്ങളാണ് രണ്ടാം ഘട്ട പട്ടികയിൽ ഉള്ളത്. രാവിലെ 9 മണി മുതൽ ദുരന്തബാധിത പ്രദേശത്ത് കുടിൽകെട്ടി പ്രതിഷേധം നടത്താനുള്ള നീക്കമാണ് പോലീസ് തടഞ്ഞത്. ബെയിലി പാലത്തിന് സമീപത്ത് വെച്ച് പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു. ഇതോടെ ദുരന്തഭൂമിയിലെ പ്രതിഷേധം സംഘർഷത്തിന്റെ വക്കോളമെത്തി. ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. വാർഡ് 10-ൽ 42, 11-ൽ 29, 12-ൽ 10 എന്നിങ്ങനെ കുടുംബങ്ങളെ ഉൾപ്പെടുത്തി പുനരധിവാസത്തിനുള്ള രണ്ടാം ഘട്ട കരട് പട്ടിക തയ്യാറാക്കി. ഇതോടെ ടൗൺഷിപ്പിൽ 323 കുടുംബങ്ങളായി. ആദ്യഘട്ടത്തിൽ 242 കുടുംബങ്ങളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചു. നാളെ ജനകീയ ആക്ഷൻ കമ്മിറ്റി കളക്ടറേറ്റിനു മുൻപിൽ ഉപവാസ സമരം നടത്തും. 5 സെന്റ് ഭൂമി മാത്രം നൽകുന്നതിലും കേന്ദ്ര സർക്കാർ പാക്കേജ് പ്രഖ്യാപിക്കാത്തതിലും ദുരന്തബാധിതർക്ക് പ്രതിഷേധമുണ്ട്. ന്യൂസ് 18 വയനാട്. ആശാ വർക്കർമാരുടെ സമരം രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഏറിവരുന്ന പിന്തുണയെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. ആരോഗ്യമന്ത്രി സമരം ഒത്തുതീർപ്പാക്കാൻ ഇനിയും ചർച്ചയ്ക്ക് വിളിക്കുമോ എന്ന കാര്യത്തിൽ അറിയിപ്പുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. CITU സമരക്കാർക്കെതിരായ നിലപാട് തുടരുന്നത് ദൗർഭാഗ്യകരമാണെന്നും സമരസമിതി നേതാക്കൾ ന്യൂസ് 18നോട് പ്രതികരിച്ചു. സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കർമാർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന സമരം ഇന്ന് 14ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ തുടക്കം മുതൽ തന്നെ ഈ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നൊക്കെ പറഞ്ഞ് ചില കള്ളപ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. മറിച്ച് സംഘടനയാണ് സമരം നടത്തുന്നത്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എല്ലാ ആളുകളും നമ്മളെ പിന്തുണയ്ക്കുന്നു. ഇന്നലെ BJPയുടെ അവരുടെ മുൻ കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്നിട്ടുള്ള V. മുരളീധരൻ വന്നു. അപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളും നമ്മളെ പിന്തുണയ്ക്കുന്നുണ്ട്. ചർച്ച് കൗൺസിലിന്റെ സെക്രട്ടറി വന്നിട്ട് പറഞ്ഞത് ബിഷപ്പുമാരുൾപ്പെടെ ഇവിടെ വന്ന് നമ്മളോടൊപ്പം സമരം ചെയ്യാനിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സമരം വയ്ക്കുന്ന ഡിമാൻഡ് ചർച്ച ചെയ്യാതെ, അതിന്റെ ന്യായയുക്തത ചർച്ച ചെയ്യാതെ, ഇത് സമരത്തെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്നത്. നിങ്ങളുടെ ജീവനക്കാർക്കിടയിൽ തന്നെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെട്ടവർ ഉണ്ടായിരിക്കുമല്ലോ. അവിടെ CITU ഉൾപ്പെടെയുള്ള സംഘടനയുടെ നിലപാട് എന്താണ്? അവർ എന്തെങ്കിലും ചർച്ചയ്ക്ക് നിങ്ങൾക്ക് പിന്തുണയായിട്ട് വരുമോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? നമ്മൾ കാണുന്നത് അവര് സമരത്തിനെതിരായിട്ട് നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ ചാനൽ ചർച്ചയിൽ നമ്മൾ പലപ്പോഴും പോകുന്നത് ഇവിടെ CITU ആണ് ഈ മേഖലയിലെ ഏറ്റവും വലിയ യൂണിയൻ. അപ്പോൾ ഇവർ വിചാരിച്ചാൽ വല്ലതും നടക്കുമെന്ന്. അതാണ് അവരുടെ മനോഭാവം. ആശമാർ വന്നിരിക്കുകയാണ് പിന്നെ ജീവൽ പ്രധാനങ്ങളായ ഡിമാൻഡുകൾ നേടിയെടുക്കാൻ. അപ്പോൾ അവരും കൂടെ സമരത്തോടൊപ്പം ചേരുകയല്ലേ വേണ്ടുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി, അതായത് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇനിയും ഒരു ചർച്ചയ്ക്കുള്ള അവസരമുണ്ടായാൽ നിങ്ങളൊരു ഒത്തുതീർപ്പിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ? അല്ല, അത് ചർച്ച ചെയ്യുന്നതനുസരിച്ചല്ലേ എത്രത്തോളം വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റും, വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുമോ, പറ്റുന്ന കാര്യങ്ങളാണോ പറയുന്നതൊക്കെ ചർച്ച വരുമ്പോഴല്ലേ അറിയാൻ പറ്റും. നമുക്ക് സമരം വിജയിപ്പിച്ച് അല്ലെ ഈ ഡിമാൻഡുകൾ നേടിയെടുത്തേ പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഇത്രയധികം ആളുകൾ ഇവിടെ താമസിക്കുന്നു, ഇവിടെ ഇരുന്ന് ഭക്ഷണം 3 നേരം ഭക്ഷണം കൊടുക്കണം. അങ്ങനെ ഇതിന്റെ ഒരു സാമ്പത്തികമായ കാര്യങ്ങൾ കൂടി. നമ്മുടെ സമൂഹം നന്മ പറ്റിയിട്ടുള്ള സമൂഹമൊന്നുമല്ല. ഇന്ന് രാവിലെ കാരിത്താസ് ഹോസ്പിറ്റലിലെ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ബോബൻ തോമസ് ഇവിടെ വന്നു. അദ്ദേഹത്തിന്റെ മകളുടെ ബർത്ത്ഡേ ആണ്. അദ്ദേഹം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് 5000 രൂപ സംഭാവന തന്നിട്ട് പോയി. 2 ആഴ്ചയായിട്ട് ഞങ്ങൾ ഈ സമരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കിതിനെ അവഗണിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഈ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന്, സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള തുടർ നീക്കങ്ങളാകും ഇനി ഉണ്ടാകുക എന്നാണ് അറിയാനുള്ളത്. ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. കൊല്ലം കുണ്ടറയിൽ റെയിൽവേ പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് വെച്ചത് ട്രെയിൻ അട്ടിമറിക്കാനെന്ന FIR. ട്രെയിൻ അപകടമുണ്ടാക്കി ജീവഹാനി വരുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് പാളത്തിൽ പോസ്റ്റ് കൊണ്ടിട്ടതെന്നും കുണ്ടറ പോലീസ് FIRൽ വ്യക്തമാക്കുന്നു. പ്രതികളായ അരുണിനെയും രാജേഷിനെയും സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. ഇരുവരെയും കോടതി റിമാൻഡ് ചെയ്തു.
അറസ്റ്റിലായ പ്രതികളെ കേരള പോലീസും NIA-യും റെയിൽവേയുടെ മധുര RPF വിഭാഗവും ചോദ്യം ചെയ്തു. ടെലിഫോൺ പോസ്റ്റ് മുറിച്ച് വിൽക്കാൻ വേണ്ടിയാണ് പാളത്തിൽ കൊണ്ടുവച്ചതെന്നാണ് പ്രതികളുടെ മൊഴി. എന്നാൽ ഇത് പോലീസ് പൂർണ്ണമായും മുഖവിലക്കെടുത്തിട്ടില്ല. ട്രെയിൻ അട്ടിമറിക്കാനായിരുന്നു പ്രതികളുടെ ശ്രമമെന്നാണ് കുണ്ട്ര പോലീസിന്റെ FIR-ൽ പറയുന്നത്. ഇതുവഴി പോകുന്ന ട്രെയിൻ അട്ടിമറിച്ച് അപകടമുണ്ടാക്കി ജീവഹാനി വരുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് പാളത്തിൽ പോസ്റ്റ് കൊണ്ടിട്ടതെന്നും പ്രഥമ വിവര റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പാളത്തിൽ നിന്നും ആദ്യം പോസ്റ്റ് നീക്കം ചെയ്തതിനു ശേഷം വീണ്ടും മറ്റൊരിടത്ത് പ്രതികൾ പോസ്റ്റ് കൊണ്ടിട്ടെന്നാണ് കുണ്ട്ര പോലീസ് സംശയിക്കുന്നത്. പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പാളത്തിൽ പോസ്റ്റ് വെച്ച രീതി ഇരുവരും വിവരിച്ചു. പ്രതികളുടെ ഉദ്ദേശം സ്ഥിരീകരിക്കാൻ വിശദമായ അന്വേഷണം തുടരും. പാലരുവി എക്സ്പ്രസിനെ അപായപ്പെടുത്താനായിരുന്നു പ്രതികളുടെ ശ്രമമെന്ന് ആരോപണമുയർന്നിരുന്നു. നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരാണ് കുണ്ട്ര സ്വദേശികളായ അരുണും രാജേഷും. ന്യൂസ് 18 കൊട്ടാരക്കര. തെലങ്കാനയിലെ നാഗർ കുർണൂലിൽ ടണൽ ഇടിഞ്ഞുണ്ടായ അപകടത്തിൽ കുടുങ്ങിയ 8 പേരെ രക്ഷിക്കാനുള്ള ദൗത്യം തുടരുകയാണ്. ടണലിൽ വെള്ളവും ചെളിയും നിറഞ്ഞതാണ് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നത്. സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം. ശ്രീശൈലം ലെഫ്റ്റ് ബാങ്ക് കനാൽ ടണലിന്റെ പ്രവേശന കവാടത്തിൽ നിന്ന് 14 കിലോമീറ്റർ ഉള്ളിലായാണ് അപകടമുണ്ടായത്. ചെളിയും വെള്ളവും കോൺക്രീറ്റ് അവശിഷ്ടങ്ങളും അടിഞ്ഞുകൂടിയത് രക്ഷാദൗത്യത്തിന് വെല്ലുവിളിയാവുകയാണ്. ടണലിൽ പ്രവേശിച്ച ദൗത്യസംഘം ആദ്യ 12 കിലോമീറ്റർ ദൂരം ലോക്കോമോട്ടീവിലും പിന്നീട് 1.5 കിലോമീറ്റർ കൺവേയർ ബെൽറ്റിലും സഞ്ചരിച്ചു. എന്നാൽ പിന്നീടുള്ള 200 മീറ്റർ ദൂരം മുന്നോട്ടു പോകാൻ കഴിയുന്നില്ല. മുട്ടോളം ഉയരത്തിൽ ചെളിയും വെള്ളവും നിറഞ്ഞതാണ് ദൗത്യത്തിന് തടസ്സമാകുന്നത്. കുടുങ്ങിക്കിടക്കുന്നവരിൽ നിന്ന് പ്രതികരണം ഇല്ലാത്തതും ആശങ്കയാണ്. विक्टिम्स का एग्जैक्ट लोकेशन अभी तक नहीं पता चला है. जैसे मैंने पहले ही बताया कि जहां तक जो TBM है उसका जो किनारा है 13.5 किलोमीटर पे है और टनल उसके आगे 200 मीटर और मान लीजिए, तो ये 200 मीटर का एरिया रबल से भर गया है, मिट्टी से भरा हुआ है. तो ये जब तक साफ नहीं होगा, जब तक क्लियर नहीं होगा, और मैंने पहले ही बताया इस गेट से 13 किलोमीटर का डिस्टेंस है. മോട്ടോർ ഉപയോഗിച്ച് വെള്ളം വറ്റിക്കുകയാണ് മുന്നിലുള്ള ഏക മാർഗം. ടണലിന് ഉള്ളിലെ വെന്റിലേഷൻ സംവിധാനം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അധികൃതർ നൽകുന്ന വിവരം. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുമായി ഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു. ഇന്നലെ രാവിലെ 8 മണിയോടെയാണ് SLBC ടണൽ ഇടിഞ്ഞ് അപകടം ഉണ്ടായത്. സംഘത്തിലെ 50 പേരിൽ 42 പേർ രക്ഷപ്പെട്ടപ്പോൾ മുൻനിരയിൽ ഉണ്ടായിരുന്ന 8 പേർ ടണലിൽ കുടുങ്ങുകയായിരുന്നു. പഞ്ചാബ്, ജമ്മു കാശ്മീർ, ഝാർഖണ്ഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള എഞ്ചിനീയർമാരും തൊഴിലാളികളുമാണ് ടണലിൽ അകപ്പെട്ടത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. കടുത്ത ശ്വാസതടസ്സം അനുഭവപ്പെട്ടതോടെ ഓക്സിജൻ നൽകി. പ്ലേറ്റ്ലെറ്റ് കുറവെന്ന് പരിശോധനയിൽ കണ്ടെത്തിയതോടെ രക്തം നൽകേണ്ടി വന്നു. റോമിലെ ജമേലി ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില വീണ്ടും മോശമായി. തുടർച്ചയായി ശ്വാസം മുട്ടലുണ്ടായതോടെ ഓക്സിജൻ നൽകേണ്ടി വന്നു. പ്ലേറ്റ്ലേറ്റ് അളവ് കുറഞ്ഞതിനാൽ രക്തം നൽകി. അപകടാവസ്ഥ തരണം ചെയ്തിട്ടില്ലെന്ന് വത്തിക്കാൻ വ്യക്തമാക്കി. ഇതാദ്യമായാണ് വത്തിക്കാൻ രോഗവിവരം സംബന്ധിച്ച് ഔദ്യോഗിക പ്രതികരണം നടത്തുന്നത്. രക്തത്തിലെ അണുബാധയും ന്യൂമോണിയയും തന്നെയാണ് ഇപ്പോഴും ആശങ്ക. സ്ഥാനമൊഴിയുമെന്നത് അഭ്യൂഹം മാത്രമാണെന്നും എല്ലാവരുടെയും പ്രാർത്ഥനകളാണ് ഇപ്പോൾ വേണ്ടതെന്നും വത്തിക്കാൻ പ്രതിനിധിയെ ഉദ്ധരിച്ച് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥനയിലാണ് ലോകം. അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് ഐറിസിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക്. പാലക്കാട് അട്ടപ്പാടി അരളിക്കോണത്ത് മകൻ അമ്മയെ ഹോളോ ബ്രിക്സ് കൊണ്ട് തലക്കടിച്ചു കൊന്നു.
അരളിക്കോണം ഊരിലെ രേഷിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ രേഷിയുടെ മകൻ രഘുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നും പുലർച്ചെയാണ് സംഭവം. ഉറങ്ങിക്കിടന്ന രേഷിയെ ഹോളോ ബ്രിക്സ് ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പ്രദേശവാസികളാണ് രേഷിയെ ചോരയിൽ കുളിച്ച നിലയിൽ കാണുന്നത്. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. രഘു മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്നയാളാണെന്ന് പോലീസ് പറയുന്നു. തിരുവനന്തപുരം നഗരൂരിൽ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി സഹപാഠിയുടെ കുത്തേറ്റു മരിച്ചു. 4ാം വർഷ വിദ്യാർത്ഥിയും മിസോറാം സ്വദേശിയുമായ VN വാലന്റൈനാണ് കൊല്ലപ്പെട്ടത്. കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥി ടി ലംസങ് സ്വാലയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നഗരൂർ രാജധാനി എഞ്ചിനീയറിംഗ് കോളേജിലെ ബിടെക് 4ാം വർഷ വിദ്യാർത്ഥിയും മിസോറാം സ്വദേശിയുമായ വാലന്റൈന് നേരെ ഇന്നലെ രാത്രി 11 മണിക്കാണ് ഇതേ കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിയുടെ ആക്രമണമുണ്ടായത്. ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് 3ാം വർഷ വിദ്യാർത്ഥിയും മിസോറാം സ്വദേശിയുമായ ടി ലസങ് സ്വാലയുമായി ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നതിലൂടെയുണ്ടായ വാക്കുതർക്കമാണ് പ്രകോപനത്തിലേക്ക് നയിച്ചത്. കോളേജിന് സമീപത്തുള്ള വ്യത്യസ്ത സ്ഥലങ്ങളിലെ റൂമുകളിലാണ് ഇരുവരും താമസിച്ചിരുന്നത്. അതിനിടെ രാത്രി 11 മണിയോടെ കോളേജിന് സമീപമുള്ള നഗരൂർ നെടുമ്പറമ്പ് ജംഗ്ഷനിൽ വെച്ച് മദ്യലഹരിയിൽ ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഒടുവിൽ തർക്കം കത്തിക്കുത്തിൽ കലാശിക്കുകയായിരുന്നു. വാലന്റൈന്റെ നെഞ്ചിലും പുറകുവശത്തുമായി 3 കുത്തേറ്റു. ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിയെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നഗരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കസ്റ്റഡിയിലെടുത്ത പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ പ്രകോപനത്തിലേക്ക് നയിച്ച കാരണം വ്യക്തമാകുകയുള്ളൂവെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം വട്ടപ്പാറയിൽ ഭർത്താവ് ഭാര്യയെ കഴുത്തറുത്ത് കൊന്ന ശേഷം തൂങ്ങി മരിച്ചു. വൃദ്ധ ദമ്പതികളായ ബാലചന്ദ്രൻ, ജയകുമാരി എന്നിവരാണ് മരിച്ചത്. മരുമകൾ ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുവരുമ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടത്. വട്ടപ്പാറ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ചെങ്ങന്നൂരിൽ സഹോദരനെ അനുജൻ ശ്വാസം മുട്ടിച്ചു കൊന്നു. കഴുത്തിൽ കയർ കുരുക്കിയാണ് കൊല നടത്തിയത്. ചെങ്ങന്നൂർ തിട്ടമേൽ പ്രസന്നനെയാണ് സഹോദരൻ പ്രസാദ് കൊലപ്പെടുത്തിയത്. പ്രസാദിനെ ചെങ്ങന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. കൊല്ലം കടക്കലിൽ 2 മാസം പ്രായമായ കുഞ്ഞ് പാൽ തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു. പാങ്ങലുക്കാട് പാരിജാതത്തിൽ സജിൻ റിനി ദമ്പതികളുടെ മകൾ അരിയാനയാണ് മരിച്ചത്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കടക്കൽ പോലീസ് കേസെടുത്തു. കാക്കനാട് GST അഡീഷണൽ കമ്മീഷണർ മനീഷ് വിജയുടെയും കുടുംബത്തിന്റെയും മരണം തൂങ്ങി മരണമാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരുമ്പോഴും ദുരൂഹതകൾ ബാക്കി നിൽക്കുകയാണ്. അമ്മയുടെ മരണശേഷം 4 മണിക്കൂർ കഴിഞ്ഞാണ് 2 മക്കളും മരിച്ചത്. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം കൂടി കാത്തിരിക്കുകയാണ് പോലീസ്. തൂങ്ങിമരിച്ച അമ്മയുടെ മൃതദേഹം കുരുക്കഴിച്ച് താഴെ കിടത്തി അന്ത്യകർമ്മങ്ങൾ ചെയ്ത ശേഷം 2 മക്കളും തൂങ്ങിമരിക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക അനുമാനം. സഹോദരി ശാലിനിക്ക് തൂങ്ങാനുള്ള കുരുക്കിട്ട ശേഷം അതേ മാതൃകയിൽ മനീഷും കുരുക്കിട്ട് തൂങ്ങുകയായിരുന്നു. കടുത്ത പ്രമേഹ രോഗിയായിരുന്ന അമ്മ ശകുന്തളയ്ക്ക് അതിൻ്റെ അവശതകളുണ്ടായിരുന്നതായി വിദേശത്തു നിന്നും കഴിഞ്ഞ ദിവസം എത്തിയ മകൾ പ്രിയ വിജയ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ എന്തിന് കൂട്ട ആത്മഹത്യ ചെയ്തു എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല. പരീക്ഷാ ക്രമക്കേട് സംബന്ധിച്ച കാര്യത്തിലുള്ള CBI അന്വേഷണം ആത്മഹത്യയ്ക്ക് കാരണമായെന്ന നിഗമനത്തോട് മകൾ പ്രിയ യോജിക്കുന്നുമില്ല. അതേസമയം പരീക്ഷാ ക്രമക്കേടിലല്ല CBI അന്വേഷണം നടക്കുന്നതെന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ശാലിനി വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുമ്പോൾ സ്കൂൾ അനുവദിച്ചതിൽ ക്രമക്കേട് നടന്നുവെന്ന പരാതിയിൽ ഇവർ പ്രതിയാണ്. ഈ കേസിൽ CBI ഫെബ്രുവരി 15 ചോദ്യം ചെയ്യാൻ നോട്ടീസ് അയച്ചിരുന്നതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ശാലിനി വിവാഹമോചിതയാണ്. ആത്മഹത്യയുടെ യഥാർത്ഥ കാരണങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. കേസ് സംബന്ധിച്ച CBIയിൽ നിന്ന് വിശദാംശങ്ങൾ തേടുന്നുണ്ട്. സഹോദരി പ്രിയയെ വീണ്ടും മൊഴിയെടുക്കാൻ വിളിപ്പിക്കും. ന്യൂസ് 18 കൊച്ചി. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് 242 റൺസ് വിജയലക്ഷ്യം. ഹരികൃഷ്ണൻ ചേരുന്നു. ഹരി, അനായാസം അടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സ്കോറല്ലേ ടീം ഇന്ത്യയെ സംബന്ധിച്ച്?
തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ ആദ്യ ഇന്നിംഗ്സ് തുടങ്ങിയതിന് ശേഷം ആകെ 2 ബാറ്റ്സ്മാൻമാർക്ക് മാത്രമാണ് പിടിച്ചു നിൽക്കാൻ സാധിച്ചത്. അത് മുഹമ്മദ് റിസ്വാനും ഷൗക്കത്ത് ഷക്കീലുമാണ്. ബാക്കിയുള്ള എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഡഗൌട്ടിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു കാഴ്ച വരികയാണ്. അതിൽ ഷൗക്കത്ത് ഷക്കീൽ മാത്രമാണ് ഒരു അർദ്ധ സെഞ്ചുറി നേടാനായത്. പിന്നാലെ കുഷ്ദിൽ ഷാ ഇന്നിംഗ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിൽ പോലും 250 ആയിരുന്നു പാകിസ്ഥാൻ ഒരു ഘട്ടത്തിലെങ്കിലും എത്തുമെന്ന് കരുതിയിരുന്നത്. പക്ഷേ 241 റൺസിന് ഓൾ ഔട്ട് ആവുന്ന ഒരു ഘട്ടത്തിൽ 2 പന്ത് ബാക്കി നിൽക്കെ ഇന്നിംഗ്സ് ഓൾ ഔട്ട് ആവുകയായിരുന്നു. അതിൽ കുൽദീപ് യാദവിന് 3 വിക്കറ്റുകൾ എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുൽദീപ് തന്നെയാണ് മധ്യ ഓവറുകളിലൊക്കെ തന്നെ പാകിസ്ഥാനെ പിടിച്ചു കിട്ടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്. കുൽദീപിന് 3 വിക്കറ്റുകളും കിട്ടി. ഹാർദിക് പാണ്ഡ്യയ്ക്ക് 2 വിക്കറ്റുകളുമാണ് സംഭാവന. അക്ഷർ പട്ടേലും 1 വിക്കറ്റ് നേടി. അക്ഷറിന് ഒരു നിർണായകമായ റണ്ണൌട്ട് ഇമാം ഉൽ ഹക്കിന് പ്രത്യേകിച്ച് തുടക്കത്തിൽ പാകിസ്ഥാന് 2ാം വിക്കറ്റ് നഷ്ടമായത് ആ ഒരു റണ്ണൌട്ടിലും കൂടിയാണ്. അപ്പോൾ അങ്ങനെ പാകിസ്ഥാൻ ഒരു ഘട്ടത്തിൽ പോലും ഇന്ത്യക്ക് മേൽ ആധിപത്യം പുലർത്താൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു 4.5 റൺ റേറ്റിലായിരുന്നു അവരുടെ ഇന്നിംഗ്സിൽ ഉടനീളം അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇന്നിംഗ്സ് അവസാനം എത്തുമ്പോൾ പോലും ആ ഒരു 4 റൺ റേറ്റിൽ തന്നെയാണ് പാകിസ്ഥാൻ അവസാനിക്കേണ്ടി വരുന്നൊരു ഘട്ടത്തിലേക്ക് വരുന്നത്. 5 റൺ റേറ്റിലൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ പോലും പാകിസ്ഥാന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അങ്ങനെ ആദ്യ ഇന്നിംഗ്സിൽ ഉടനീളം ഇന്ത്യൻ ബോളിംഗ് നിര ശക്തമായി തന്നെ പാകിസ്ഥാനെ പിടിച്ചു കെട്ടുകയായിരുന്നു എന്നുള്ളത് നിസ്സംശയം പറയേണ്ടി വരും. ഒരു ഘട്ടത്തിൽ പോലും പാകിസ്ഥാന് ഇന്ത്യക്ക് മേൽ ആധിപത്യം പുലർത്താൻ സാധിച്ചിരുന്നില്ല. ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 242 എന്നുള്ളത് വലിയ ടോട്ടൽ അല്ല. പക്ഷേ പാകിസ്ഥാൻ ബൗളിംഗ് നിരയെ ഭയക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് 3 പ്രധാനപ്പെട്ട പേസ് ബോളർമാർ, അതിൽ ഷഹീൻ ഷാ അഫ്രീദിയും ഹാരിസ് റൌഫും എങ്ങനെയായിരിക്കാം ഈ ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. ആദ്യത്തെ 10 ഓവറിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യക്ക് എത്രമാത്രം റൺസ് സ്കോർ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ രോഹിത്തും ഗില്ലും ഓപ്പണിംഗ് ഇറങ്ങുമ്പോൾ ഈ തുടക്കത്തിലെ വിക്കറ്റുകൾ നഷ്ടമാവാതിരിക്കുക എന്നുള്ളതായിരിക്കാം അവർ മുന്നോട്ട് നോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ ആദ്യത്തെ 10 ഓവറിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ തന്നെ ഇന്ത്യ മുന്നോട്ട് പോവുകയും ചെയ്തു. അതുപോലെ തന്നെ ഒരു തുടക്കം ഇതിലും കിട്ടുക എന്നുള്ളത് ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായും ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് 242 റൺസ് വിജയലക്ഷ്യം. ഡോക്ടർ APJ അബ്ദുൽ കലാം സ്റ്റഡി സെന്ററിന്റെ ഈ വർഷത്തെ നാരി പുരസ്കാരം ന്യൂസ് 18 കേരളം ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ അപർണ കുറുപ്പിന്. കലാ, സാംസ്കാരിക, മാധ്യമ, ജീവകാരുണ്യ, വിദ്യാഭ്യാസ മേഖലകളിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രതിഭകളായ വനിതകൾക്ക് അബ്ദുൽ കലാം സ്റ്റഡി സെന്റർ എല്ലാ വർഷവും നൽകുന്ന പുരസ്കാരമാണ് നാരി പുരസ്കാരം. വനിതാ ദിനമായ മാർച്ച് 8-ന് തിരുവനന്തപുരം തൈക്കാട് വെച്ച് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8,045 രൂപ, പവന് 64,360 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6,620 രൂപ, പവന് 52,960 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ, കിലോഗ്രാമിന് 1,08,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ലൈവ് at 6 പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം കാണാം സകലമാന കേരളം. ഹരികൃഷ്ണൻ ചേരും. നമസ്കാരം.